ഹായ് ഓൾ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും. കാരണം വെച്ചാൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗേസ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ റഷ്യയിലേക്ക് വരുന്നതും ആയിട്ടുള്ള ഒരു വിസയാണ് റഷ്യൻ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റുഡൻറ്റ് വിസയെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയെ കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു നോളജ് കിട്ടും. കാരണം ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആളുകളെ പറ്റിക്കാനായി നടക്കുന്ന ചില ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതായത് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ജോലിയൊന്നും ഇല്ലാതെ നടക്കുന്ന ആളുകളെ മാത്രം തെരഞ്ഞു പിടിച്ച് പറ്റിക്കുന്ന കുറച്ച് ഇന്ത്യക്കാരെയാണ് ഇന്നത്തെ വീട്ടിലൂടെ അവരെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ അതുപോലെ തന്നെ ചില മലയാളികളും ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഇപ്പോൾ മലപ്പുറത്തുള്ള ചില ആളുകളുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പ് നടത്തുന്ന വൻ ട്രാപ്സ് ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ റീസെൻ്റ്ലി ഒരു 2 പേര് എൻ്റെ അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ജോലി എന്തോ ഒരു ഏജൻസി വഴി വന്നാണ്, എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവർ വന്നിട്ട് ഇവിടെ അവർ ജോലിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ജോലി കണ്ടെത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ട് എസ്പെഷ്യലി ഇവരെ വിസ പോലും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞാൽ അറിയാം. കാരണം 3 മാസത്തേക്കാണ് ആദ്യം കിട്ടുന്നത്. 3 മാസം കിട്ടിയതിന് ശേഷം യൂണിവേഴ്സിറ്റിൻ്റെ എഗ്രിമെൻറ്റോട് കൂടി 1 വർഷത്തേക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യലാണ് ഇവിടെ കൂടുതലായിട്ടും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് ജോലി കിട്ടുന്നുള്ള പ്രതീക്ഷയൊക്കെ ആയിട്ടിട്ട് 4 ലക്ഷം രൂപയോളം ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇവർക്ക് യാതൊരു ജോലിയും കിട്ടിയിട്ടില്ല. ഏജൻറ്റ് അവരവിടുന്ന് മുങ്ങി. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഇവർക്ക് ഉണ്ടായി. അവരുടെ കയ്യിൽ വളരെ തുച്ഛമായുള്ള ഒരു എമൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഇവർ മോസ്കോയുടെ തെരുവുകളൊക്കെ നടന്നു കുറേ ജോലി അന്വേഷിച്ചു. എവിടെ ഇവർക്ക് ജോലി ആരും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പ്രതീക്ഷിക്കാതെ കുറച്ച് ഹിന്ദിക്കാരെ അവർ കാണാനിടയായിട്ട്. അപ്പോൾ ഹിന്ദിക്കാർ ഇവരോട് ഹിന്ദിയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇവർക്ക് കുറച്ചൊക്കെ ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്, സൗദി അറേബ്യയിലേക്ക് ഉണ്ടായിട്ടുള്ള വ്യക്തികളാണ്. അങ്ങനെ അവർ നാട്ടിൽ വന്നിട്ട് അവിടുന്ന് പ്രശ്നങ്ങളൊക്കെ ആയി അവിടുന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നിട്ട് വീണ്ടും റഷ്യയിലേക്ക് നോക്കി അങ്ങനെ വന്ന ആളുകളാണ്. വളരെ ഒരു ഖേദകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടേത്. അപ്പം അവർ വന്നിട്ട് ഇങ്ങനെ ജോലി തരാമെന്ന് പറഞ്ഞ് ഇന്ത്യക്കാരെ പരിചയപ്പെടുകയും അപ്പോൾ അവരൊരു ഇന്ത്യക്കാരൻ ജോലി ആക്കി തരണം എന്നുണ്ടെങ്കിൽ അവർക്ക് 40,000 റൂബിളോളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരൻ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ ഇവർ ഒരുപാട് ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ വിചാരിച്ചു എന്തായാലും പൈസ കൊടുത്താലും കുഴപ്പമില്ല, നമുക്കൊരു ജോലി കിട്ടുന്നതല്ലേ എന്ന് വിചാരിച്ച് 40,000 രൂപയോളം ഇവർ ഈ ഇന്ത്യക്കാർക്ക് കൊടുക്കാനുണ്ടായത്. അങ്ങനെ ഇന്ത്യക്കാർക്ക് കൊടുത്തിട്ട് ഹിന്ദിക്കാർ ഇവരോട് പറഞ്ഞു, ഇങ്ങനെ ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ ഇവരെയും കൊണ്ട് ഒരു ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആക്കുകയാണ്. കാരണം വളരെ വളരെ ഈ ലാഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഏണി കമ്പനിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിലാണ് ജോബ് ഇവർക്ക് റെഡിയാക്കി കൊടുത്തത്. പക്ഷെ പറഞ്ഞാൽ മോസ്കോയിൽ വളരെ ഒരു ഉള്ളോട്ടുള്ള ഒരു ഏരിയയിലാണ്. പക്ഷെ അവിടെ അവർ അവർക്ക് വർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് റൂം കൊടുക്കുന്നില്ല, ഫുഡില്ല. അവർ സ്വന്തമായിട്ട് ഹോസ്റ്റലുകളൊക്കെ റഷ്യയിൽ മോസ്കോയിലൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ഹോസ്റ്റലുകളിലേക്കാണ് താമസം. പക്ഷേ ഡെയിലി ശമ്പളം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടുത്തെ ആളുകൾ ഇവർക്ക് 1 മാസത്തിൽ ശമ്പളം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ചു. 1 മാസത്തോളം പണിയെടുപ്പിച്ചിട്ടും ലാസ്റ്റ് ശമ്പളം ചോദിക്കുന്ന സമയത്ത് ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ ഒരു ആളുകൾ ചെയ്തത്. കാരണം മലയാളികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം അവരുടെ ഡോക്യുമെന്റിന്റെ പേരിൽ അവരെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും നിങ്ങൾക്ക് ഈ സാലറി നമുക്ക് തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം അത്രയും ധൈര്യത്തോടു കൂടി അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഒരു റഷ്യൻസിൻ്റെ കടയല്ല, ഒരു ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയുള്ള ആളുകളെ കടയാണ്. അപ്പം ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ ഭയങ്കര ട്രാപ്പാണ്, ആളുകളെ പറ്റിക്കുന്ന ടീംസാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ ടാക്സിയൊക്കെ ഇവിടെ ഓടിക്കുന്ന ടീംസാണ് ഈ ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയുള്ള ആളുകളൊക്കെ. പക്ഷേ അങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക, എല്ലാവരും അല്ല, അതിൽ ഒരുപാട് നല്ല ആളുകളുണ്ട്. അതിൽ നല്ല തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ കൊടും തട്ടിപ്പ്, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ വിചാരിക്കുന്ന പോലെയുള്ള ഒരു വ്യക്തികളായിരിക്കില്ല. നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ ജുഡോ, കിക്ക് ബോക്സും കാര്യങ്ങളും കറാട്ടയൊക്കെ അതിലൊക്കെ കലക്കി കുടിച്ചിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എസ്പെഷ്യലി ഒരു മാർഷൽ ആർട്സ് ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് അവരായിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നും ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഡോക്യുമെൻറ്റിൻ്റെ പ്രോബ്ലംസ് വരികയും അത് നിങ്ങൾക്ക് നാളെ ഡീപ്പോർട്ടേഷനിലേക്ക്
ഉള്ള വലിയൊരു പ്രോബ്ലംസായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഒരു ലാംഗ്വേജ് കോഴ്സിൽ മറ്റൊരു മലയാളി എന്നെ വിളിച്ച് പറഞ്ഞത് വെച്ചാൽ പുള്ളി ഇവിടെ വന്നിട്ട് റഷ്യയിൽ വന്നിട്ട് ലാംഗ്വേജ് കോഴ്സിൽ വന്നിട്ട് ജോലിയൊന്നും കിട്ടാതെ ഇതുപോലെ അന്വേഷിച്ച സമയത്ത് ഒരു KFCകളിൽ അതുപോലെ തന്നെ വൈൻ ഷോപ്പുകളിലൊക്കെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ അന്വേഷിച്ചതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ട ശേഷം ജോലി കണ്ടെത്തുകയും അതുപോലെ തന്നെ അവിടെ വളരെ നല്ല ജോബുകളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് ഇവിടെ ഹോട്ടലുകളിൽ പാത്രം കഴുകുന്ന ഒരു ജോലിയിലേക്ക് പോലും ആളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ള മലയാളികൾ വന്നിട്ട്. പക്ഷെ അവിടുത്തെ ഒരുപാട് ജോലി ഭാരം കൂടുതലായത് കാരണം അവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ ഒരുപാട് അലർജിക് റിയാക്ഷനും കാര്യങ്ങളൊക്കെ വന്ന് കയ്യിലൊക്കെ കുരുവൊക്കെ വന്ന് പൊട്ടി അങ്ങനെ ഒരുപാട് അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ലാംഗ്വേജ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടും. കാരണം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി വരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിരിക്കും. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങളെ ജീവിതം നിങ്ങൾ കളയാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ആരെങ്കിലും ജോലി വാഗ്ദാനങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ലാംഗ്വേജ് കോഴ്സ് എടുത്ത് വരാം. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനും ലക്ഷ്യം ലാംഗ്വേജ് പഠിച്ച് ഭാവിയിൽ ഒരു ജോലി കണ്ടെത്താനുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയൊക്കെ വരാണെങ്കിൽ ഇല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജിൽ വന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആളുകൾ ഇവിടെ വന്ന് പെട്ടുപോയ ആൾക്കാരും പിന്നെ മറ്റുള്ള ഒരാളുകളെ ഒരിക്കലും ഓൾമോസ്റ്റ് ആളുകൾ ഇവിടെ വരണ്ട, ഇവിടെ പറ്റത്തില്ല അങ്ങനെയൊന്നും പറയത്തില്ല ചില ആൾക്കാർ. പക്ഷേ വളരെ നല്ല ആളുകൾ മാത്രമേ ഇവിടെ സാഹചര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യത്തുള്ളൂ. ഒരാളെ പറ്റിയാൽ മറ്റവനെയും കൂടി പെടുത്താന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന ആളുകളാണ് കൂടുതലും. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളെ ഫ്യൂച്ചർ കളയാതിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ഒരു ജോലിയിലേക്ക് ഒരു വിസയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം, അതായത് നിങ്ങൾ ആരാണോ കൊണ്ടുവരുന്നത്, ഏത് ഏജൻറ്റ് വഴിയാണോ വരുന്നത്, അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഫെസിലിറ്റീസ്, എന്തൊക്കെയാണ് അതിൻ്റെ വർക്ക് പെർമിറ്റ് കൊണ്ടുള്ള അവൈലബിൾ, അങ്ങനെ വർക്ക് പെർമിറ്റ് ആയാലും വരുന്നുണ്ടെങ്കിലും അതുപോലെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് ജോലി കണ്ടെത്താനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നതിൽ യാതൊരു പ്രോബ്ലംസും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ജോലി തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് 3 മാസത്തേക്ക് വന്നിട്ട് 3 മാസം കഴിഞ്ഞ ശേഷം വിസ എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചെറിയൊരു നോളജാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ പെട്ടുപോകേണ്ട എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്തത്. എന്നാലും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാവുന്ന നല്ല നോളജും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഈ വീഡിയോ എൻ്റെ ഈ മലു ലൈഫ് ഇൻ റഷ്യ എന്ന ചാനലിലൂടെ നിങ്ങളെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ പുതിയ ജോബ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതിൽ ഷെയർ ചെയ്യുക. കാരണം എനിക്ക് അത്രയ്ക്കും കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അതുപോലെ ജെന്യൂൻ ഇൻഫർമേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഫേക്ക് ഇൻഫർമേഷൻ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ ഒരിക്കലും സ്പ്രെഡ് ചെയ്യത്തില്ല. എനിക്ക് അത്രയും എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഇത്ര റഷ്യൻ സിറ്റിസൺ ആയതുകൊണ്ടും എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.